inviting me for the meeting. എനിക്ക് മുൻപേ അനുഭവത്തിൽ നിന്നും വചനത്തിൽ ശുശ്രൂഷിച്ച പ്രിയ കർത്തൃദാസനും നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട അനുഭവത്തിനും എല്ലാത്തിനുമായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. I thank God for Brother Benjo who ministered before me. ഇന്നത്തെ പാട്ടിലും പ്രാർത്ഥനയിലും എല്ലാം മുഴങ്ങിക്കേട്ടൊരു ശബ്ദമുണ്ട്, യേശുവേ അങ്ങ് പരിശുദ്ധൻ. Today throughout the songs we repeatedly sang that God is holy. ലാസ്റ്റിൽ വായിച്ച വചനത്തിലും പറയുന്നു, ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചു. കർത്താവിൻ്റെ ക്രൂശിനെ കുറിച്ച്, അതിനെ അറിയുന്നതിനെക്കുറിച്ചും ദൈവദാസൻ പറഞ്ഞു. So we heard about the cross and about the crucified Jesus. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നതിലൂടെ നിങ്ങൾ എന്താണ് യേശുവിൻ്റെ വിശുദ്ധിയായി കണ്ടത്? What do you perceive when we say the holiness of Jesus? യേശുവിൻ്റെ നല്ല സംസാരം, യേശുവിൻ്റെ വിശുദ്ധ ജീവിതം, യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം, യേശു ക്രിസ്തുവിൻ്റെ എന്ത് കാര്യമാണ് വിശുദ്ധിയായിട്ട് നിങ്ങൾക്ക് തോന്നിയത്? When you think about the holiness of Jesus, do you remember about his talk, his walk, his character? What comes to your mind when you remember the holiness of Jesus? ഞാനൊരു ഹിന്ദി വാക്ക് നിങ്ങളെ പഠിപ്പിക്കാം. സോന മനാഹെ. എല്ലാവരും ഒന്ന് പഠിക്കണം. സോന പുലി പറഞ്ഞാട്ടെ, മനാഹെ. സോന മനാഹെ എന്ന് പറഞ്ഞാൽ സ്വർണം ഉപയോഗിക്കരുതെന്നും വേണേൽ പറയാം, ഉറങ്ങാൻ പാടില്ല. പ്രീസ്ലോ, ഇനി ഓർത്തോണം കേട്ടോ. സോന മനാഹെ, ആരും ഉറങ്ങാൻ പാടില്ല. ഇപ്പോൾ ഈ മീറ്റിംഗ് കഴിയുന്നവരെ ഓക്കെ ഓർത്തോണേ. ഉറക്കം വരെ തന്നെ പാസ്റ്റർജി പറഞ്ഞിട്ടുണ്ട്, സോന മനാഹെ. ഓക്കെ, പ്രീസ്ലോ. എന്താണ് യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ, യേശുക്രിസ്തുവിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ എന്താണ് യേശുവിൻ്റെ വിശുദ്ധി എന്നതിന് ഒരു ആൻസറുണ്ട്. യേശുക്രിസ്തു വേർതിരിക്കപ്പെട്ടവനായിരുന്നു. കർത്താവ് നമുക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. So Jesus was set apart. He was a set apart lamb for each one of us. കർത്താവ് ലാസ്റ്റ് പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്, പിതാവ് എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറണം. We recently prayed, God, not me but your will. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്തായിരുന്നു? So what was the will of God? ദൈവം മനുഷ്യനെ ഏറ്റവും അധികം സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ ഇടയിൽ വന്ന ഒരു പ്രശ്നമാണ് മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നുപോയി. So God loved man, but the biggest problem that happened is man went away from God. ദൈവം മനുഷ്യനെ സ്നേഹിച്ചു എന്നുള്ളതിന് തെളിവാണ്, ആദം പാപം ചെയ്തപ്പോൾ ദൈവ തേജസ്സുള്ള ആദം, ദൈവത്തോടു കൂടെ നടന്ന ആദം പാപം ചെയ്തപ്പോൾ അവന് നഷ്ടമായത് വസ്ത്രമാണ്, തേജസ്സിൻ്റെ വസ്ത്രമാണ്. എന്നാൽ ദൈവം ആദത്തെ വിളിക്കുന്നത് ആദമേ എന്നാണ്. And one of the signs that God loves us is when Adam sinned and he lost his glory, still God came and calls him Adam. ഇന്ന് എൻ്റെ മകൾ ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ മകൾ ഇവിടെ ഉണ്ടായിരുന്നു. പുറത്തേക്ക് ഒരു അത്യാവശ്യ കാര്യത്തിന് പോയി, എൻ്റെ എക്സാമിൻ്റെ വിഷയത്തിന് വേണ്ടി. അത് പോകാൻ പാടില്ലായിരുന്നു, എങ്കിലും ഓക്കെ, സ്തോത്രം. എന്നോട് അനുവാദം ചോദിച്ചതാണ്. വൈഫും ഇവിടെയുണ്ട്. എൻ്റെ മകൻ ഒരു തെറ്റ് ചെയ്താൽ ഞാൻ അവനെ മോനെ എന്നാണോ വിളിക്കുന്നത് എന്നൊരു ചോദ്യം എനിക്ക് ഇതിൻ്റെ മുന്നിലുണ്ട്. So when my son does a mistake, do I call him son? നമുക്കറിയാം, കയീൻ ഏബലിനെ കൊന്നു. We know Cain killed Abel. എന്നാൽ അദ്ദേഹത്തിന് ആ കയീനെ എന്താ പറയുന്നത്, പ്രൈസ്ലോ, ഹാബീലും ഓക്കെ, അദ്ദേഹത്തെയും വിളിക്കുന്നത് നിന്നെ കൊല്ലുവാൻ ഞാൻ ആരെ അനുവദിക്കത്തില്ല. ആ പാപം ചെയ്ത സ്വന്തം സഹോദരനെ കൊന്ന അവനെയും സംരക്ഷിക്കുന്ന സ്നേഹത്തിൻ്റെ ആഴം നമ്മളുടെ സ്നേഹത്തെക്കാൾ എത്ര വലുതാണ്. Even the one who killed his own brother, the God who preserves even him, how great is the love of God. കർത്താവ് വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു പത്രോസിനെ. ഈ പത്രോസ് കർത്താവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞപ്പോഴും തിരിഞ്ഞൊന്ന് നോക്കിയതല്ലാതെ
ഈ പത്രോസിനെ സ്നേഹിക്കുന്ന യേശുവിനെ കുറിച്ച് നമുക്ക് എന്താണ് പറയാൻ പറ്റുന്നത്? We know that Peter denied Jesus 3 times and Jesus turned back, looked at him and still he didn't condemn him. See how great the love of Jesus is. നമുക്ക് അറിയാൻ പറ്റും, സ്വന്തം സഹോദരന്മാരെയും കൂടെ വിളിച്ചുകൊണ്ട് മത്സ്യബന്ധനത്തിന് പോയ പത്രോസിനോട് ചോദിക്കുന്നു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്ന, മക്കളെ എന്ന് വിളിക്കുന്ന ആ യേശു ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? Even he calls them children. See the great love of God. നമുക്കറിയാം, യൂദയെക്കുറിച്ച് നമ്മുടെ കർത്താവിൻ്റെ ഉള്ളിൽ ഒരു വലിയ പ്രയാസം ഉണ്ടായിരുന്നു. ആ പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ, യൂദ ഒരിക്കലും നമ്മുടെ കർത്താവിനെ കർത്താവെ എന്ന് വിളിച്ചിട്ടില്ല, ഗുരു എന്ന് മാത്രമാണ് വിളിച്ചിട്ടുള്ളത്. And Jesus had a small problem with Jude, that he never called him Lord but called him teacher. പക്ഷേ യൂദ കർത്താവെ എന്ന് വിളിച്ചിരുന്നു എങ്കിൽ, എൻ്റെ കർത്താവെ എന്ന് യൂദ ഒരിക്കലെങ്കിലും വിളിച്ചിരുന്നു എങ്കിൽ ഈ യൂദയ്ക്കും കർത്താവ് ക്ഷമിച്ചു കൊടുക്കുമായിരുന്നു. കർത്താവ് ക്ഷമിച്ചു. പക്ഷേ യൂദ സ്വന്തത്തിൽ നിന്ന് തൻ്റെ തെറ്റുകൾക്ക് പരിഹാരം കണ്ടെത്തുകയില്ലായിരുന്നു. And if he had called him Lord, even Judas would have got a return. യൂദയ്ക്ക് തെറ്റ് പറ്റിയ, പത്രോസ് തെറ്റ് ചെയ്തു, പക്ഷെങ്കിൽ പത്രോസ് പരിഹാരം യേശുവിൽ കണ്ടെത്തി. Peter did a mistake and he found the solution in Jesus. എന്നാൽ യൂദയും തെറ്റ് ചെയ്തു, പക്ഷേ അതിൻ്റെ പരിഹാരം തന്നിൽ തന്നെ കണ്ടെത്തി. Judas also did a mistake and he found the solution in himself. അപ്പോൾ യേശു ക്രിസ്തുവിൽ എന്താണ് വിശുദ്ധി നാം കണ്ടത് എന്ന് ചോദിച്ചാൽ, so when you look and ask what is the holiness that we find in Jesus, യേശു ക്രിസ്തു പിതാവിന്റെ ഇഷ്ടത്തിനായി വേർതിരിയപ്പെട്ടു. Jesus separated himself for the will of the Father. അപ്പോൾ നമ്മൾ വിശുദ്ധരായി, യേശു വിശുദ്ധനായി, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധനായിരിപ്പീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? So what does it mean when Jesus says be ye holy as I am holy? നിങ്ങൾ വിശുദ്ധരായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുന്നിലേക്ക് വരാൻ നമ്മൾ ചെയ്തിട്ടുള്ള സകല പാപങ്ങളുടെ ഒരു ലിസ്റ്റ് വന്നിട്ട് ഞാൻ പാപിയാണേ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണോ? So is it that we get a list of all the sins that we have done and we move away? ഞാൻ എൻ്റെ യേശുവിൻ്റെ ഇഷ്ടത്തിനാണോ ഞാൻ പോകുന്നത് എന്നുള്ള, യേശുവിനായി ഞാൻ വേർപിരിയപ്പെട്ടവനാണോ, വേർതിരിക്കപ്പെട്ടവനാണോ എന്നുള്ള ചിന്തയാണോ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? Or should we realize whether I'm separated for God? നമുക്കറിയാം, വിശുദ്ധ ദേവാലയത്തിൽ വിശുദ്ധ പാത്രങ്ങൾ ഉണ്ടായിരുന്നു. We know in the temple there was separated vessels. അത് വിശുദ്ധ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ട പാത്രങ്ങളായിരുന്നു. And they were completely separated for that utility. അപ്പോൾ ഇന്ന് ആരാധനയ്ക്കായി വന്ന നമ്മൾ ഇവിടേക്ക് വന്നത് ആരാധനയ്ക്കല്ല ഞാൻ വന്നത്, ഞാൻ കൂട്ടായ്മ ആചരിക്കാനാണ് വന്നത്. So when we come to this place of worship, we say I didn't come for worship but I came for fellowship. കാരണം എൻ്റെ ആരാധന എന്ന് പറയുന്നത് ഞാൻ കർത്താവിനായി വേർതിരിയപ്പെട്ട എന്ന് ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോ അന്ന് എൻ്റെ ആരാധന ആരംഭിക്കുകയായിരുന്നു. Because my worship started since the day I accepted Jesus as my savior. എന്നാൽ ദൈവമക്കൾക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. But a mistake happened to the children of God. ദൈവമക്കൾ എന്നുള്ള പദവി ഇട്ടിട്ട് ദൈവമക്കൾ ദൈവത്തിന്റെ വിശ്വാസികൾ എന്നുള്ള പദവിയിലേക്ക് അവർ താഴ്ത്തപ്പെട്ടു. And we lowered ourselves from being the children of God to being believers of God. എന്താണ് ദൈവമക്കളും ദൈവത്തിന്റെ വിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം? What's the difference between being a child of God and being a believer of God? നമുക്കൊരു വിശ്വാസി, പിശാചി ഒരു വിശ്വാസിയായിരുന്നു. We know that even Satan is a believer. പിശാചിന്റെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മളെക്കാൾ ഉപരി പിശാച് ദൈവം എന്ന് കേൾക്കുമ്പോൾ വിശ്വസിക്കുകയും വിറയ്ക്കുകയും കൂടെ ചെയ്യുന്ന വിശ്വാസിയായിരുന്നു. Even the devil trembles when he hears Jesus and they believe. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും വിറയ്ക്കുന്നില്ല. But even when we believe, we don't tremble. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ദൈവ മക്കൾ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മക്കളായി, വെളിച്ചത്തിൻ്റെ മക്കളായി ഭൂമിയിൽ നിയോഗിക്കപ്പെട്ട വെളിച്ചങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. So when we are the children of God, we are people in the earth who are ordained to be the children of God. അപ്പോൾ എന്താണ് വെളിച്ചത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നത്? So what does it mean to be the children of light? അതായത് നമ്മളെ ഒരു ഇരുട്ടിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അവിടെ നമ്മളിൽ നിന്ന് പ്രകാശം വ്യാപിക്കുമോ? When we are placed in a darkness, light will be emitted out of us. Praise God. നമുക്കറിയാം, ഞാൻ ഇന്നലെ ചിന്തിച്ച ഒരു വാക്യം ഞാൻ ദൈവമക്കളുമായിട്ട്, മത്തായി സുവിശേഷം 4:15. Let's read Matthew chapter 4 verse 15.
ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. The people who sat in the darkness have seen a great light. For those who lived in the land where darkness cast its shadow, a light has shined. എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ഇനിയിപ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഇനി ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഇനി എല്ലാവരും സോളാർ ഫിറ്റ് ചെയ്തെന്നാണോ എൻ്റെ അർത്ഥം? Does it mean that the electricity board doesn't have to supply electricity, but they have all planted a solar? ഈ ഇരുട്ടിലിരിക്കുന്ന ജനം എന്താണ്? ആ ജനത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഇരുട്ട്. So what was the darkness that was in the people? ഇന്ന് ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളിലുള്ള ഇരുട്ട് ഇതാണ്. ദൈവം എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സിലെ ചിന്താഗതി, മനുഷ്യനെ എങ്ങനെ സഹിക്കാം, ദൈവത്തെ ഒരു തരത്തിലും സഹിക്കാൻ ഒക്കത്തില്ല. So the perception that people have about God is we can tolerate man, but we cannot tolerate God. അതായത് ഒരു മനുഷ്യൻ എൻ്റെ അടുക്കലേക്ക് വന്നാൽ എനിക്ക് അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുകയോ അദ്ദേഹത്തെ സാറേ എന്ന് വിളിക്കുകയോ ചെയ്താൽ അദ്ദേഹം ഞാൻ പറയുന്നത് കേൾക്കാനും പൊരുത്തപ്പെടുവാനും തയ്യാറാകും. So when a man comes to me, I can call him a good word or I can give him something and then I'll be able to tolerate him. എന്നാൽ ദൈവം എന്നുള്ള കാര്യം അവർ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ദൈവത്തിന് ഒന്നിൽ മദ്യം കൊടുക്കണം, അല്ല എങ്കിൽ രക്തം കൊടുക്കണം, അല്ല എങ്കിൽ ശരീരം മുഴുവൻ പീഡയേൽപ്പിച്ച് മനുഷ്യന് ദൈവം എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ ആ ദൈവഭക്തി ഉണ്ടായിട്ട് അവർക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. ദൈവം എന്ന് പറയുമ്പോൾ ഒരു ഭീകരമായ സംഗതിയായിട്ടാണ് അവർക്ക് കാണുന്നത്. But when people think about God, they think about someone who's really scary. They think about someone who's only pleased when we give out our blood or if we persecute ourselves. അപ്പോൾ ഇവിടെ കാണുന്ന ഒരു കാര്യം, ഇരുട്ടിലിരുന്ന ജനമെന്ന് പറയുന്നത് ആ സ്ഥലത്തെ സെബലൂൺ, നഫ്താലി, ഇങ്ങനെ ഗലീലി, ഈ സ്ഥലത്തിരുന്ന ജനങ്ങളുടെ അടുക്കിലേക്ക് യേശു ചെന്നപ്പോൾ യേശു ക്രിസ്തുവിനെ അവർ കണ്ടു. So over here it's written the people who sat in darkness. That means the people who was in Zebulun and Naphtali and Galilee, they saw the great light which was Jesus. അപ്പോൾ യേശു ക്രിസ്തുവിനെ അവർ കണ്ടപ്പോൾ എന്താണ് കണ്ടത്? അവർ ദൈവത്തെയാണ് കണ്ടത്. And when they saw Jesus, yes, they saw God. യേശു ക്രിസ്തുവിനെ കണ്ടവരെല്ലാവരും മരിച്ചു വീണോ? When they saw Jesus, what happened? യെശയ്യാവിനെ പറ്റിയ ഒരു ഇതുണ്ട്. ഞാൻ സൈനികരുടെ ദൈവമായ യഹോവയെ ഞാൻ കണ്ടുവല്ലോ. അദ്ദേഹം പേടിക്കും, അയ്യോ ദൈവം ഇങ്ങനെയുള്ളോ? അദ്ദേഹത്തിന്റെ ഉള്ളിലെ ചിന്ത ഇതായിരുന്നു, സൈനികരുടെ ദൈവമായ യഹോവയെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് ഭസ്മമായി പോകും. So when Isaiah saw the Lord of hosts, he was scared, he was trembling. അതാ ഈ ഇരുട്ടിലിരിക്കുന്ന ജനത്തിന്റെ അടുക്കിലേക്ക് ഒരു പാപം ചെയ്താൽ ഒരു ആടുമായി ആലയത്തിലേക്ക് ബലി കഴിക്കാൻ പോകുന്ന ഒരു ജനം, ഒരു തെറ്റ് ചെയ്യുന്നവനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ഒരു ജനം, അല്ലെങ്കിൽ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറയുന്ന ജനത്തിന്റെ അടുക്കലേക്ക് സാക്ഷാൽ ദൈവം അവരുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായ വെളിച്ചം എന്താണ്? So when the people who were in darkness, when Jesus, who is the true light, came to them, think what amount of light has come into their lives. Praise the Lord. Praise the Lord. അവർ യേശുവിനെ കണ്ടു. They saw Jesus. അവർക്ക് നല്ലത്. It was good for them. എന്നാൽ എനിക്ക് എന്താണ് പ്രയോജനം? But what's the blessing that I have? നമ്മൾ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടാകണം. When we hear a sermon, we should ask ourselves a question. അതാണ് ജീവന്റെ ലക്ഷണം. That's the sign of life. എന്തൊരു കാര്യം കേട്ടാലും അതനുസരിച്ച് അങ്ങ് പോകാതെ ഒരു ക്വസ്റ്റ്യനോട് നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം നമുക്ക് ഉത്തരം പറഞ്ഞു തരും. So whatever we hear, if we have a question, God will give an answer for it. നമ്മളുടെ ഭാഗ്യമെന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും കർത്താവിന്റെ ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ട്. Our blessing is even when we haven't seen God, we have heard His voice. ആ കർത്താവിന്റെ ശബ്ദമാണ് എഴുതപ്പെട്ട ഈ വചനം. The voice of God is the written word. അപ്പോൾ കർത്താവിന്റെ ശബ്ദം ഈ എഴുതപ്പെട്ട വചനമാണെങ്കിൽ കർത്താവിന് ഇന്ന് എന്നോട് സംസാരിക്കാനുള്ള വചനമാണ് റേമ എന്ന് പറയുന്ന ഇന്ന് നിങ്ങൾ എന്നിലൂടെ കേൾക്കുന്ന വചനം. So if the word of God is the written word of God, then Rema is the word that you're listening from a sermon. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ കാണുന്നത് നല്ലത്, എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. That's why Jesus said that you are seeing me, but those who believe in me without seeing me, they are lucky, they are blessed. കർത്താവിന്റെ വാക്കുകൾ പ്രകാരം ഭാഗ്യവാന്മാർ ഞാനും നിങ്ങളുമാണ്.
So according to Jesus, me and you are blessed. യോഹന്നാൻ അപ്പോസ്തലൻ അദ്ദേഹം ലെറ്റർ എഴുതുന്ന സമയം, അതായത് യോഹന്നാൻ ലേഖനങ്ങൾ എഴുതുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് ഞാൻ എഴുതുന്നത് ഞങ്ങൾ കണ്ടത് കേട്ടത് ഞങ്ങളുടെ കരങ്ങൾ സ്പർശിച്ചത്. So when John is writing in the epistles, he's saying, for you to be partakers with me, I am sharing you what I have seen, what I have heard, and what I have touched. യേശുവിനെ നമ്മൾ കണ്ടിട്ടില്ല എങ്കിലും നമ്മുടെ കയ്യിൽ കർത്താവിൻ്റെ വചനമുണ്ടെങ്കിൽ ഈ വചനം നമ്മൾ കയ്യിൽ ഏന്തുമ്പോൾ പറയണം, യേശു വചനമായി എൻ്റെ പക്കലുണ്ട്. So even when we haven't seen Jesus, we have a confession that Jesus is with me through the word of God. യേശുവിൻ്റെ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. There's a significance in the word of God. അതിൽ ജീവനുണ്ട്. It has life. ആ വചനം എൻ്റെ ഉള്ളിൽ വസിച്ചു കഴിഞ്ഞാൽ, and when it comes into my life, എന്നിലൂടെ ജീവന്റെ ജലനദികൾ ഒഴുകും. out of me the rivers of life will flow. അതായത് ജീവിപ്പിക്കുന്ന വചനം എൻ്റെ നാവിലൂടെ ദേശത്ത് മുഴങ്ങും. That means the word of God which brings forth life will flow from my mouth. നമുക്കൊരു വാക്യം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 39-ാം വാക്യം. Let's read from John chapter 1 verse 39. ഇവിടുത്തെ കാര്യം ഇതാണ്, കർത്താവെ അങ്ങ് എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ കർത്താവിനോട് കർത്താവ് പറയണം, വന്ന് കാണുമീ. So when they asked where are you staying, Jesus said, come and see. നമ്മൾ ചിന്തിക്കാറുണ്ട്, യേശു കർത്താവിന് വീടുണ്ടായിരുന്നോ? Did Jesus have a house? ഞാൻ ചിന്തിച്ചിരുന്നത് യേശുവിന് വീടില്ലായിരുന്നെന്നായിരുന്നു ചിന്തിച്ചിരുന്നത്. I also thought that Jesus didn't have a house. കാരണം യേശു കർത്താവ് ഇങ്ങനെ വഴിയരികിലും എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിഞ്ഞു കൂടുകയായിരുന്നു എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. The thought that I had was Jesus was staying somewhere beside. ഈ വചനം നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ അന്ന് ഈ വന്ന ശിഷ്യന്മാർ യേശുവിനോടുകൂടെ പാർത്തു. So when we read this verses, we see that the disciples stayed with Jesus. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, നമ്മളുടെ വീട്ടിൽ എത്ര പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്? In our house, how many people can stay? അപ്പോൾ നമ്മുടെ കർത്താവ് താമസിച്ച വീട്ടിൽ വരുന്ന അതിഥികൾക്കും താമസിക്കാനുള്ള സൗകര്യമുണ്ട്. In the house that Jesus stayed in, he had space to accommodate 40-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. Let's read verse 40. One of the two who heard John speak and followed him was Andrew, Simon Peter's brother. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് തുടർന്ന് മുന്നോട്ട് വരുമ്പോൾ അന്ന് അതിനുശേഷം പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, അന്ന് അവരോടുകൂടെ അനുഗമിച്ച അവരോടുകൂടെ അവിടെ പാർത്തു എന്ന് നമുക്ക് ആ വേദഭാഗത്ത് വായിക്കാൻ കഴിയും. When we read forward, we see that they stayed with him. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശു കർത്താവിനോടുകൂടെ പാർക്കത്തക്ക നിലയിൽ കർത്താവിൻ്റെ വീട് എല്ലാവർക്കും തുറക്കപ്പെട്ടതായിരുന്നു. So in a way that people could stay with him, the house of Jesus was big enough. കാരണം കർത്താവിന് ഈ ലോകത്തിൽ നിന്നും കൊണ്ടുപോകുവാൻ ഉണ്ടായിരുന്നത് കർത്താവ് കണ്ടുമുട്ടിയ വ്യക്തികളെ മാത്രമാണ്. Because all that Jesus had to take away when he went back was the people he met. വന്നവർ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ കർത്താവിന് ഒരു പരാതിയില്ല. Those who came, if they took something from the house, he's fine. അവരെടുത്തുകൊണ്ട് പോകത്തുമില്ല. But they won't take anything. കാരണം കർത്താവിൻ്റെ ഭവനത്തിൽ കർത്താവ് പാർക്കുന്നിടത്ത് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. Because there was freedom for everybody who came to the house of Jesus. നമുക്ക് തുടർന്ന് കാണാൻ പറ്റും, ഈ കർത്താവിനെ അനുഗമിച്ച ഈ 2 പേര് സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നു. So when we look forward, we see that the 2 people who followed Jesus were the disciples of John the Baptist. നമുക്കൊരു സ്നാപക യോഹന്നാൻ ഒരു തത്വമുണ്ട്, ഞാൻ കുറയണം കർത്താവ് വളരണം എന്നുള്ളതാണ്. And we know John the Baptist had a principle that I should decrease and he should increase. സ്നാപക യോഹന്നാനോട് കൂടെ നടന്ന വ്യക്തികൾ യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ യേശുക്രിസ്തുവിന്റെ പിന്നാലെ പോയപ്പോൾ സ്നാപക യോഹന്നാന്റെ തുടർന്നുള്ള പ്രസംഗം എന്തുവായിരുന്നു? So when they saw Jesus, the disciples of John the Baptist went behind Jesus, and what was the message that he was giving out? നമുക്കറിയാം, കർത്താവിന്റെ പിന്നാലെ പോയപ്പോൾ സ്നാപക യോഹന്നാൻ നല്ലൊരു മിനിസ്ട്രി ഒക്കെ തുടങ്ങി, വലിയ ബോർഡൊക്കെ വെച്ചു. അദ്ദേഹത്തിന്റെ മിനിസ്ട്രി എന്ന് പറയുന്നത് മരുഭൂമിയിൽ സ്നാനപ്പെടുത്തുന്ന മിനിസ്ട്രി.
So we know that John the Baptist started his ministry. He kept a board, and his ministry was to baptize people. അതിനുവേണ്ടി അദ്ദേഹം രാത്രിയും പകലും ഒരുപോലെ അധ്വാനിച്ചു. And he worked hard day and night. മരുഭൂമിയിൽ തന്നെയാണ് താമസം. മരുഭൂമിയിൽ കിട്ടുന്ന ഭക്ഷണമാണ് അദ്ദേഹത്തിന്റെ ഭക്ഷണം. And his food was the food that he got in the wilderness. ഇങ്ങനെയെല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കിയ തന്റെ ശിഷ്യന്മാർ യേശുവിനെ കണ്ടപ്പോൾ യേശുവിന്റെ പിന്നാലെ പോയി. And all the disciples that he made with so much of difficulty, with so much of striving, when they saw Jesus, they went behind Jesus. അപ്പോൾ ഈ ശിഷ്യന്മാരെ കർത്താവിന്റെ ശിഷ്യന്മാർ ഒരിക്കൽ കാണാൻ പോയപ്പോൾ, and when these disciples came to meet the disciples of Jesus, കർത്താവ് അവരോട് ചോദിച്ച ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്ത് കാണാനാണ് മരുഭൂമിയിലേക്ക് പോയത്? So Jesus asked them, what did you go to the wilderness to look for? കർത്താവ് ചോദിച്ചൊരു കാര്യം, നിങ്ങൾ മരുഭൂമിയിലേക്ക് പോയത് കാറ്റിനാൽ ഉലയുന്ന ഓട കാണാനോ? So over there Jesus is asking, did you go to the wilderness to see the brooks? കാറ്റിനാൽ ഉലയുന്ന ഓട, ഒരു കാറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് അത് വളയും, അങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ടും അതല്ലേ. So it goes according to the movement of the wind. അതോ നല്ല മാർദ്ദവമായ വസ്ത്രം ധരിച്ച ഒരു മനുഷ്യനെ കാണാനാണോ നിങ്ങൾ മരുഭൂമിയിലേക്ക്? Or did you go to the wilderness to see a man who is perfectly dressed? എന്നാൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ മരുഭൂമിയിൽ ചെന്നപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ഒരു മനുഷ്യനെ നിങ്ങൾക്ക് അവിടെ കണ്ടെത്തുവാൻ സാധ്യമല്ല. So he said, when you go to the wilderness, you'll be able to ഒട്ടക രോമം ധരിച്ച ഒരു മനുഷ്യൻ, you'll be able to see a person who wears the fur of camels. വെട്ടിക്കിളി എന്ന് പറയുന്നത് നമുക്കറിയാം, വിട്ടിൽ, നമ്മുടെ നാട്ടിൽ പറയുന്ന വിട്ടിൽ എന്ന് പറയുന്ന ടിറ്റിയാന്ന് ഹിന്ദി പറയും. വിട്ടിലും കാട്ടുതേനും ഭക്ഷിക്കുന്ന ഒരു മനുഷ്യൻ. A man who drinks honey and lozenges. പക്ഷേ മരുഭൂമിയിൽ വിളിച്ചു പറയുകയാണ്, but he is shouting in the wilderness, മാനസാന്തരപ്പെടുവീൻ. Repent. മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? What does it mean to repent? ദൈവത്തിന് വേണ്ടി വേർതിരിവീൻ. Be separated for God. ഇന്ന് ഈ സഭയിലും ദൈവത്തിന് പറയാനുള്ള കാര്യം, നമ്മളിൽ നിന്ന് മാറി ദൈവത്തിന് വേണ്ടി വേർതിരിക്കുക. So what God has to tell us is, turn away from yourself and turn towards God. നാം ദൈവത്തിന് വേണ്ടി വേർതിരിയുമ്പോൾ നാം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും നേടി എന്നുള്ളതാണോ? എന്റെ ഇഷ്ടം നടക്കണമെന്നാണോ, അതോ ദൈവമേ അങ്ങയുടെ ഇഷ്ടം നിറവേറണമെന്നാണോ നമ്മുടെ പ്രാർത്ഥന? So when we come to Jesus, what is our thought? Is it that I should increase or whether he should increase? എന്നാൽ വിശ്വാസികൾ, ദൈവമക്കളല്ല, വിശ്വാസികൾ ഉദ്ദേശിക്കുന്നത് ദൈവത്തെ എങ്ങനെ എന്തിനെല്ലാം ഉപയോഗിക്കാമെന്നാണ് വിശ്വാസികൾ എപ്പോഴും. So what believers think about is, for what all things can I utilize God for? ദൈവത്തെ നല്ല ജോലി നേടുവാൻ വേണ്ടി ഉപയോഗിക്കാം. Will he be able to give me a good job? നല്ല വീട് വെക്കാൻ വേണ്ടി ദൈവത്തെ ഉപയോഗിക്കാം. Can I use him to get a good house? മക്കളെ വിദേശ രാജ്യത്തേക്കിലേക്ക് അയക്കാൻ ദൈവത്തെ നമുക്ക് ഉപയോഗിക്കാം. Can I use him to send my children abroad? എന്നാൽ ദൈവ മക്കൾ അഥവാ ശിഷ്യൻ എന്ന് പറയുന്നവരുടെ ചിന്താഗതി എന്തായിരിക്കും? But what is the mindset of a person who wants to be a disciple? ഞാൻ ദൈവത്തിന് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടാമെന്നുള്ളതാണ്. How can I be useful for God? ഒരു കൂട്ടർ ചിന്തിക്കുന്നു, ദൈവത്തെ എങ്ങനെ എനിക്ക് പ്രയോജനപ്പെടുത്തുക. One group thinks, how can I use God? മറ്റേ കൂട്ടർ ചിന്തിക്കുന്നു, എനിക്ക് ദൈവത്തിന് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടാം. Another group thinks, how can I be used for God? അപ്പൊ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ, so those who want to be used for God, യേശു മലമേൽ കയറുമ്പോൾ, when Jesus entered the mountain, ആ മല കയറുവാൻ അവർ തയ്യാറാകും. they will be willing to climb the mountain. അവർ അടുത്ത് ചെല്ലുമ്പോൾ അവർ മാത്രം കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്. And when they go close, they hear a subtle voice. ആത്മാവിൽ ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. Blessed are you who are poor in the spirit. അപ്പോൾ ഈ മല കയറാതെ ദൂരെ നിൽക്കുന്ന വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു സമൂഹമുണ്ട്. So there's another group of believers who don't climb the mountain. അവർ കേൾക്കുന്നത്, ഇപ്പോൾ യേശു അപ്പം വർദ്ധിപ്പിച്ചു തരും, വെള്ളം വീഞ്ഞാക്കി തരും, ഇപ്പോൾ യേശു ക്രിസ്തു കുരുടന് കാഴ്ച കൊടുക്കും, ഇപ്പോൾ യേശു ക്രിസ്തു വലിയ അത്ഭുതങ്ങൾ ചെയ്യും. So the believers who didn't climb the mountain, all they're seeing is, he will make the water into wine, he will expand the loaves of bread, he will do miracles. That's all that the believers have to see. മലമേൽ കയറിയവർ ലാസ്റ്റിൽ കേട്ട ഒരു ശബ്ദമുണ്ട്, എന്റെ നാമം നിമിത്തം നിങ്ങളെ നിന്ദിക്കുകയും നിങ്ങൾക്ക് വിരോധമായി സകല ദുഷ്കാര്യവും പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടെന്നാണ്. So when those who entered the mountain, they heard that blessed are you, rejoice, because you have great reward when people persecute you for my name's sake.
ദൂരെ നിന്നവർ ഇന്ന് വരെയും ആ സന്ദേശം കേട്ടിട്ടില്ല. But those who stood afar never heard that voice. അതുകൊണ്ട് തന്നെ കർത്താവ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. That's why Jesus says time to time, those who has a ear, let him hear. യേശു കർത്താവ് ഇന്നും സഭയോട് പറയുന്നത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. And even today Jesus is saying, those who have an ear, let him hear. നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ യേശുവിന്റെ ശിഷ്യരായി കഴിഞ്ഞു എന്നുള്ളതാണ്. If you are able to hear, that means you are a disciple of Jesus. നിങ്ങളും ഞാനും ഇന്നും കേൾക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം കർത്താവേ നന്ദി, എന്നെ അങ്ങയുടെ ശിഷ്യനാക്കിയത്. If we are still hearing him, it means that thank God you made me a disciple. Praise the Lord. Praise God. Hallelujah. Hallelujah. നമുക്ക് ഒരു വാക്യം കൂടെ നോക്കിയേ. അതിനുശേഷം യോഹന്നാൻ 1:48. When we look forward in 1:47, Nathanael said to him, "How do you know me?" Jesus answered and said to him, "Before Philip called you, when you were under the fig tree, I saw you." നഥന്യേൽ അവനോട് എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് ചോദിച്ചതിന്, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു പറഞ്ഞു. when Nathanael asked, "How do you know me?" Jesus replied, "I could see you under the fig tree even before Philip found you." ഞാൻ ഈ പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം യേശു നിങ്ങളെ കണ്ടു എന്നാണ്. So if you are understanding what I'm preaching, it means that Jesus has seen you. കർത്താവ് പറയുകയാണ്, നിന്റെ അടുക്കലേക്ക് നഥന്യേൽ വന്നപ്പോൾ നീ വിചാരിക്കും നഥന്യേൽ ആയിരിക്കും വിളിക്കുന്നതെന്ന്. So when Nathanael came close to you, you would have thought that Nathanael is you. നഥന്യേലിന്റെ വിളിയുടെ കഴിവ് കൊണ്ടല്ല നീ എൻ്റെ പക്കലേക്ക് വന്നത്. It's not because of Nathanael that you came close to me, ഞാൻ നിന്നെ കണ്ടതുകൊണ്ടാണ്. but it's because I have seen you. അപ്പോൾ ഒരു കാര്യം ഓർക്കണമേ, ഇവിടെ നഥന്യേൽ ഇരിപ്പുണ്ട്. So we see that Nathanael is standing there. എന്നാൽ നഥനിയേലേ, നീ പോകാതിരുന്നാൽ ഈ ദൈവം കണ്ടവൻ എങ്ങനെ കേൾക്കും? But Nathanael, but Philip, if you don't go, how will you see the one who God has seen? ഇന്ന് നിശ്ചയിക്കണം, കർത്താവേ നീ എന്നെ ഒരു നഥനിയേലായി തിരഞ്ഞെടുത്തതിന് നന്ദി. Today we have to thank God for calling me as a Nathanael. നീ കണ്ടവർ ഈ ദേശത്തുണ്ടല്ലോ കർത്താവേ. Thank God that you have seen people who you want to deliver through me. അവരുടെ അടുക്കിലേക്ക് ഞാനും നിങ്ങളും പോകാതിരുന്നാൽ യേശു കർത്താവിന്റെ ഇഷ്ടം എങ്ങനെ നിറവേറും? If you don't go close to them, how will the will of God be satisfied? ഹല്ലേലൂയ. Hallelujah. നമുക്ക് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, When we come close to the second chapter, കാരണം ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരിക്കും. maybe you would have heard this maybe before. എന്നാൽ രണ്ടാമത്തെ അധ്യായം എന്ന് പറഞ്ഞപ്പോഴേ നമ്മുടെ ഉള്ളിൽ ഒരു മെസ്സേജ് വന്നു. When we came to second chapter itself, we got a message. ആ മെസ്സേജ് ഇതാണ്: കാനാവിലെ കല്യാണത്തിന് വീഞ്ഞില്ലായിരുന്നു. So the message is that there was no wine in the wedding at Cana. പാസ്റ്റർ, ഞങ്ങൾ ഈ പ്രസംഗം രക്ഷിക്കപ്പെട്ട നാൾ തൊട്ടേ കേട്ട് വരികയാണ്. Pastor, I'm hearing this message from the day I was saved. അവിടെ ചില കൽഭരണികൾ ഉണ്ടായിരുന്നു. And there was some അത് ഉപയോഗിച്ചിരുന്നത് പാദം കഴുകാൻ വേണ്ടി മാത്രമാണ്. And that was only used for washing the legs. യേശു കർത്താവ് പറഞ്ഞു ഈ കൽഭരണികൾ നിറയ്ക്കുവാൻ വേണ്ടി. And Jesus said to fill the stone jars. അപ്പോ നമ്മൾ പറഞ്ഞു, ഓക്കെ, കർത്താവ് പറഞ്ഞ കേട്ടവരെല്ലാവരും വെള്ളം കോരി അത് നിറച്ചു, ആ പാത്രങ്ങൾ നിറച്ചു. And they filled it till the brim. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ കുറേ നമുക്കറിയാം ഒരു കല്യാണത്തിന് കുറേ സ്ക്വാഷും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നു. അപ്പോൾ കല്യാണത്തിന് സ്ക്വാഷ് കുടിച്ച ആ ഡിസ്പോസിബിൾ ഗ്ലാസ് അവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അവിടുത്തെ പാത്രമെല്ലാം കാലിയാണ്. അപ്പോൾ ആൾക്കാരെല്ലാം അകത്താണ്. പുതുതായിട്ട് ഒരാൾ പുറത്ത് വന്ന് ലേറ്റായിട്ട് വന്നവർ പറയും, അയ്യോ സമയം കഴിഞ്ഞു പോയി, ഇനിയിപ്പം പ്രവേശനം ഇല്ല എന്നതുപോലെ. So just imagine that in a wedding there's a lot of juices that's kept over there, squash is kept over there, and people have drunk it and disposed the disposable cup. So a person comes late, what will you tell him? ഈ വിവാഹ വീട്ടിലേക്ക് വരുമ്പോൾ പുതുതായിട്ട് ഒരാൾ വിവാഹത്തിൻ്റെ ആ വീട്ടിലേക്ക് കയറണമെങ്കിൽ കാലും കൈയും മുഖവും എല്ലാം കഴുകി വെടിപ്പോട് കൂടിയേ ഈ വീട്ടിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. So when a new person comes into the marriage ceremony, he has to wash his hands and feet before entering in.
അപ്പോൾ ആ വീട്ടിലേക്ക് ഇനിയും ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർ കാണുന്ന ഒരു കാര്യമുണ്ട്, ഈ വീട്ടിലുള്ള കൽഭരണികൾ കാലിയായതുകൊണ്ട് എനിക്കിനി കാല് കഴുകാൻ വെള്ളമില്ലാത്ത കാരണത്താൽ ഈ ആലയത്തിലേക്ക്, ഈ വിവാഹ പന്തലിലേക്ക് പ്രവേശനമില്ല. So when a guest comes late, what he sees is because the stone jars are empty, because they are not full, because there's no water inside, I'm not able to wash my hands and legs, and because of that I can't enter into the wedding. അപ്പോൾ വിശ്വാസികളെ, ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് രണ്ടു കൂട്ടരോട് ഒരു കാര്യം ചോദിക്കുന്നു. So dear believers, dear children of God, can I ask you a question? യേശു കർത്താവ് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞത് കാല് കഴുകുവാനാണോ വെള്ളം വീഞ്ഞാക്കുവാനാണോ? So why did Jesus ask them to fill the stone jars? Is it to wash the hands and legs, or is it to turn the water into wine? അതിൻ്റെ സാഹചര്യം അറിയണമെങ്കിൽ ആ കോണ്ടെക്സ്റ്റ് അറിയണം. So if you want to know that, you need to know the context. ഇസ്രായേലിൽ ഉണ്ടായിരുന്ന അന്നത്തെ കിണറുകൾ എന്ന് പറയുന്നത്, കിണറിന്റെ വിസ്താരം ഈ ഹോളിന്റെ അത്രയും വിസ്താരം കാണും. അത് രാജസ്ഥാനിൽ ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ള കിണറുകൾ. So the radius of the wells that was there was as big as this hall, and it's still there in Rajasthan. വെള്ളം നിറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടം, അതായത് ഈ കുടം നമ്മൾ വലിയ പണ്ട് കാലത്തൊക്കെ ചെമ്പ് കലങ്ങളുണ്ട്. ചെമ്പ് കലം, ഞാൻ കിണറ്റിൽ ഇറങ്ങി വെള്ളം കയറിയിട്ടുള്ള ആളാണ് 50 വർഷങ്ങൾക്ക് മുൻപ്. അത് വലിയ പഞ്ചായത്ത് കിണറുണ്ട്, കിണറ്റിനകത്തിറങ്ങി വേണം വെള്ളം കോരാൻ, കിണറ്റിൽ വെള്ളം കുറവാകുമ്പോൾ. അപ്പോൾ വലിയ കുടത്തിനകത്തിൽ വെള്ളം കോരുവാൻ വേണ്ടി കിണറ്റിലേക്ക് ഓടുകയാണ് ചെയ്യുന്നത്. അത് നമുക്കറിയാം, ഇസഹാക്കിന്റെ വിഷയത്തിൽ റെബേക്ക ഒട്ടകത്തിന് വെള്ളം കൊടുക്കുവാൻ വേണ്ടി വലിയ കുടത്തിൽ നിറച്ചുകൊണ്ട് കയറി വരികയാണ് ചെയ്യുന്നത്. So we know that in similar to Isaac, when Rebecca she ran into the well and took water and came out of it. അതായത് നമ്മുടെ നാട്ടിലെ പോലെ ഇപ്പോൾ കാണുന്ന പോലെ കിണറും തൊട്ടിയുമല്ല, കിണറ്റിലേക്ക് തൊട്ടിയും കയറുമല്ല ഇട്ട് വെള്ളം കോരുകയല്ല. പക്ഷേ നമ്മൾ പാട്ട് പാടുമ്പോൾ കയറില്ല പാളയുമില്ല പിന്നെങ്ങനെ വെള്ളം കോരുമെന്ന് ചോദിച്ചാൽ അത് ഈ ഇന്നത്തെ സാഹചര്യ കോണ്ടസ്റ്റിൽ ഇരുന്നുകൊണ്ട് പറയുന്നത്. അന്നത്തെ കാലത്ത് അങ്ങനല്ല, വലിയ കുടത്തിനകത്തിൽ വെള്ളം കിണറ്റിൽ ഓടി ഇറങ്ങി ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരി നിറച്ചുകൊണ്ട് വരികയാണ്. So it's not like the present system where you use a pulley and do it, but instead at that time they used to go inside the well and get the water. അതായത് ഒരു കുടം നിറച്ച് വെള്ളം കോരി ഇവിടെ കൊണ്ടുവന്ന് പല കുടത്തിലുള്ള വെള്ളം നിറയ്ക്കുമ്പോഴാണ് ഈ കൽപാത്രങ്ങൾ നിറയുന്നത്. And that's how the wooden jars are filled. കൽപാത്രങ്ങൾ നിറഞ്ഞിരുന്നാൽ അതിനർത്ഥം ഇനിയും നിങ്ങൾക്ക് എത്ര പേര് വന്നാലും നിങ്ങളുടെ കാല് കഴുകി ഈ ഹോളിലേക്ക് പ്രവേശിക്കാം, കാരണം നിങ്ങൾക്കുള്ളതെല്ലാം ആവശ്യമായതോടെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. So when the stone jars are still filled, it means that as many of you have to come, you may enter and you have provision to wash your hands and feet and go into the ceremony. യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ രണ്ടാമത് ഇനിയും കോരി, അതായത് ഇനി ഈ കൽപാത്രം നിങ്ങൾ നിറയ്ക്കണ്ട, ഇനിയും കോരി കലവറക്കാരന്റെ അടുക്കിലേക്ക് കൊടുക്കാനാണ് കർത്താവ് പറയുന്നത്. And Jesus is saying fill the jars with water and now dip some out and take it to the master of the ceremony. അതായത് കൽപാത്രങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു, ഇനിയും കുടത്തിൽ കോരുന്നത് 7 പേരുണ്ടെങ്കിൽ 8 പേരുണ്ടെങ്കിൽ ഈ കൽപാത്രങ്ങൾ ഇനി നിറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്തോ സംഭവിക്കും? ഈ കൽപാത്രങ്ങൾ മൊത്തം കുടിച്ച ആൾക്കാർ ഇനി എന്തോ അദ്ദേഹം അവിടെ ബാർ തുടങ്ങാൻ പോവുകയാണ്. So Jesus is saying now draw out, because if they don't draw it out, people will still come and wash their hands and feet. So instead he's saying draw it out and give it to the governor of the feast. അവിടെ ഇനിയും നിങ്ങൾ ഈ വെള്ളം കോരുന്നത് കലവറയിലോട്ട് പോക്കൂ. So now go into the governor of the feast. പക്ഷേങ്കിൽ പാസ്റ്റ് പ്രസംഗിച്ച് ഇതുവരെ ഞങ്ങൾ കേട്ടില്ല. ഞാൻ കൽപാത്രം കഴിയ പ്രസംഗം ഞങ്ങൾ കേട്ടു, വൃത്തിയാക്കിയപ്പോൾ എത്ര പാടുപെട്ടു, അവരകത്ത് വന്നു, കൽപാത്രം അകത്ത് വന്നുണ്ടോ? വെള്ളം കോരിയവരല്ലാതെ ആരും ഈ കാര്യം അറിഞ്ഞില്ലെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. So over here it's written that none of them who didn't except the people who pulled the water, none of the others knew about it. Praise the Lord, hallelujah. ആ വെള്ളം കോരുന്നവർ മാത്രം അറിഞ്ഞൊരു യാഥാർത്ഥ്യമാണ്
ഈ വെള്ളം അവർ കോരി അവിടെ കൊണ്ട് കൊടുക്കുമ്പോഴാണ് കലവറക്കാരൻ അത് രുചിച്ചു നോക്കുന്നത്. And when these people come to the master of the ceremony and they give them to drink, that's when the governor of the feast gets a taste of it. 9ാമത്തെ വാക്യം വായിക്കണമേ. 9ാമത്തെ വാക്യം. Let's read verse 9. അത് എവിടെ നിന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. So no one other than the servants who got the water, no one else knew about it. അവിടെ കർത്താവ് പറയുന്നില്ല വെള്ളം നിറച്ചു കർത്താവ് ആ കൽപാത്രത്തെ തൊട്ട് പ്രാർത്ഥിച്ചെന്ന് എഴുതിയിട്ടുണ്ടോ? So is it written that they filled the water and Jesus touched it and prayed over it? അപ്പോൾ എൻ്റെ സംശയം നമ്മൾ എൻ്റെ ഒരു കർത്താവിന് ഈ ചിന്താഗതിയിൽ എൻ്റെ ഒരു ചിന്ത ഇതാണ്, കർത്താവ് അവിടെ ചെയ്തത് ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്. അത് ശരിയാകാം, അത് തെറ്റുമാകാം, ഞാനത് പ്രസ്താവിച്ചിട്ട് പുറത്തേക്ക് പോകുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ആ വെള്ളം കോരി ഓരോരുത്തരും ആ ഓരോ കുടങ്ങളും ആ പ്രീസിലോ കലവറക്കാരൻ്റെ അടുത്തേക്ക് പോവുക. ഇതാ പുറത്തുള്ളവർക്ക് പ്രവേശത്തിനായി 6 കൽപാത്രങ്ങൾ ഇരിക്കുന്നു. എത്ര പേർക്ക് വേണമെങ്കിലും കാലുകഴി അകത്ത് കയറാം. ഇനി കോരിയവർ കൊണ്ടുവന്ന് അകത്ത് കൊടുക്കുമ്പോൾ ആ കുടത്തിൽ ഇരിക്കുന്നത് വെള്ളം അല്ലെ അവിടെ ആവശ്യത്തിന് വീഞ്ഞായി മാറുകയാണ്. So when so there are the stone jars kept outside, and now the people are not these are filled and taken to the governor of the feast, and right now it's not water that's inside it but it's wine. അപ്പോൾ ഈ വെള്ളം കോരിയവർക്ക് കൊടുത്തൊരു പേരുണ്ട്, ശുശ്രൂഷക്കാര്. And those who carried the water, they are called servants. നമുക്കിനി ചിന്തിക്കാൻ പറ്റും, വെള്ളം കോരി കൽപാത്രത്തിൽ നിറയ്ക്കാൻ എളുപ്പമാണ്, പക്ഷെ വെള്ളം കോരിക്കൊണ്ട് ഇനി കലവറയിലോട്ട് ചെല്ലുക എന്ന് പറയുന്നത് ഒരു തികഞ്ഞ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. So it's easy to fill the stone jars with water, but it's ഈ വെള്ളവുമായി കലവറയിലോട്ട് ചെല്ലുമ്പോൾ അഥവാ ഈ വീഞ്ഞായി മാറിയില്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന കലവറക്കാരൻ പറയടാ വെള്ളമല്ല എനിക്ക് ഇവിടെ ആവശ്യം, ഇവിടെ വീഞ്ഞാണ് ആവശ്യം. Because in case the water didn't turn into wine, the governor of the feast will say that I don't need water, I need wine. അപ്പോൾ വെള്ളം കോരിയ ശുശ്രൂഷകൾ നേരെ കലവറയിലേക്ക് പോയി കഴിയുമ്പോൾ ഇവർ ഈ വിശ്വാസത്തോടെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒഴിക്കുമ്പോൾ അവിടുത്തെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഇനി പുറത്തുള്ള എത്ര പേർക്കും അകത്തേക്ക് വന്നാലും അകത്ത് വീഞ്ഞുണ്ട് എന്ന് ചിന്തിക്കുന്നതിൽ വല്ല തെറ്റുമുണ്ടോ? ആ പഴയ പ്രസംഗമാണ് മനസ്സിലിരിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ പോകട്ടെ. So is it anywhere wrong if you say that out of faith they took the water and came close to the governor of the feast, so and in that moment the water was turned into wine and it can serve as many people as you want? Praise the Lord. Hallelujah. നമുക്കിനി 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു അവിടെ ഒരു നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണുവാനായി കഴിയും. And in chapter 3 we can see what he's saying to Nicodemus. നമുക്കറിയാം നിക്കോദിമോസ് എന്ന് പറയുന്ന മനുഷ്യന്റെ 3 യോഗ്യതകൾ. 1, അദ്ദേഹം പരീശന്മാരുടെ പ്രമാണിയാണ്. 2, അദ്ദേഹം നീതിമാനായ വ്യക്തിയാണ്. 3, ഹല്ലേലൂയ, യഹൂദന്മാരുടെ കാര്യങ്ങൾ അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ തന്നെ യേശു കർത്താവിനെ കുറിച്ചൊരു നല്ല അറിവുണ്ടായിരുന്ന വ്യക്തിയാണ്. യേശു കർത്താവിനെ കുറിച്ച് പറയുകയാണ്, ദൈവം നിന്നോട് കൂടെ ഇല്ല എങ്കിൽ ഈ അത്ഭുതങ്ങൾ ഒന്നും നടക്കത്തില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. അതായത് പരീശന്മാരുടെ ഇടയിൽ ചർച്ച ചെയ്യുന്ന വ്യക്തിയാണ് ഈ നിക്കോദിമോസ്. So regarding Nicodemus, his privileges were he was a Jewish religious leader who was a Pharisee. He knew that God has sent him to teach, and also he has seen the miraculous signs that God has done through Jesus. നിക്കോദിമസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പ്രസംഗിച്ചിട്ട് അദ്ദേഹം രാത്രി ചെന്നു, അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ നമ്മളൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ നിക്കോദിമോസ് യേശു കർത്താവിനെ ഇത്ര മാത്രം നല്ല പേരുകളും നല്ല സർട്ടിഫിക്കറ്റും കൊടുത്ത നിക്കോദിമോസിനോട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുക പോലുമില്ല. So the Nicodemus who came close to Jesus and gave him a good certificate, gave him a good reputation, even looking at his face, Jesus is saying that if you are not born again, you will not see the kingdom of God. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, നിങ്ങൾ യേശുവിൽ എന്താണ് വിശുദ്ധി കണ്ടത്? So my first question is, what do you believe about Jesus? നല്ലൊരു പണക്കാരൻ, ദേശത്തെ പ്രമാണിയായ നല്ല പൊസിഷനിലിരിക്കുന്ന നല്ലൊരു വ്യക്തി കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, നീ വീണ്ടും ജനിച്ചില്ല, നീ സ്വർഗരാജ്യം കാണുകയില്ല എന്ന് പറയുന്ന ആളാണോ വിശുദ്ധൻ? So is he a saint who looks upon Jesus, on Nicodemus, a religious Jewish leader, and says that you won't enter into the kingdom of God? Is he a saint? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് എന്നിട്ട് പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു,
വെള്ളത്താലും ആത്മാവിനും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയില്ല. 5-ാം വാക്യത്തിൽ പറയുകയാണ്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ കടക്കുകയുമില്ല. And then Jesus is saying in verse 5 that unless you are born of the water and spirit, you will not enter the kingdom of God. ചിന്തിച്ചു നോക്കിയേ, നമ്മളുടെ മുഖ്യമന്ത്രി സാറ് ഈ പടിക്ക് വന്നിട്ട് കാറ് നിർത്തി നമ്മളുടെ അടുക്കിലേക്ക് വന്നു. നമ്മളെവിടെ ഇരുത്തുന്നത്? അവിടെ ആയിരിക്കും ഇരുത്തുന്നത്. ഇല്ല, ഇവിടേക്ക് ഏറ്റവും ഉടനെ നമ്മൾ ഒരു പുതിയ നല്ല കസേര ഓർഡർ ചെയ്യും. പെട്ടെന്ന് കിട്ടുന്ന വിലയ്ക്ക് ഒരു നല്ലൊരു സിംഹാസനമൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിട്ട് പ്രസംഗിക്കാൻ എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തുമ്പോൾ ഞാൻ പറയും, ഇദ്ദേഹം പോലെ നല്ലൊരു മനുഷ്യനില്ല. ഇദ്ദേഹം ഈ നാട്ടിൽ വന്നത് തന്നെ നമ്മുടെ ഭാഗ്യമാണ്. ഇദ്ദേഹം ഇല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ കാര്യം തീർന്നെന്നായിരിക്കുമോ? അതോ സാറ് വന്നതിന് നന്ദി, സാറ് വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണത്തുമില്ല. സാറ് പ്രീസിലോ ജലത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ അവിടെ പ്രവേശിക്കത്തുമില്ലെന്നായിരിക്കുമോ? So if our chief minister comes over, we'll give him a good seat, and then would we tell him that, respected chief minister, thanks for coming over, or would we say that unless you're born of the water and spirit, you will not see the kingdom of God? എന്താണ് ഈ നിക്കോദിമോസിനെ കണ്ടപ്പോൾ കർത്താവ് തന്റെ പദ്ധതിയിൽ നിന്നും വ്യതിചലിച്ചുവോ? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. So when he saw Nicodemus, did Jesus move away from his message? ഇനി വേർതിരിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ നല്ല വസ്ത്രവും നല്ല പൊസിഷനും കാണുമ്പോൾ വ്യതിചലിക്കാറുണ്ടോ? Dear children of God, can I ask you, when you see good positions, when you see good things, do you move away from your core message? നമ്മൾ പ്രാർത്ഥിച്ചു, തു പവിത്ര ഹേ. ഇംഗ്ലീഷിൽ ഇപ്പം നമ്മൾ പാടി ഹോളി. കർത്താവെ നീ വിശുദ്ധനാകുന്നു. ഇന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുന്നു, നീ വിശുദ്ധയാണോ? So we sang, Lord, you are holy, but Jesus is asking you, are you holy? കർത്താവിന് വേണ്ടി വേർതിരിയപ്പെട്ടുവോ? Are you set apart for God? കാരണം കർത്താവ് ഈ ഭൂമിയിൽ വന്ന് തന്നെ രാജാവാക്കാൻ ശ്രമിക്കുമ്പോഴും ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്നും വ്യതിചലിച്ചില്ല. Because even when Jesus came into the earth and he was tried to be made as a king, he didn't move away from the plan of the Father. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, now when we close to John chapter 4, 5 ഭർത്താക്കന്മാരോടൊപ്പം ജീവിച്ച ഒരു സ്ത്രീ, there's a woman who lived with 5 husbands. 6ാമത് വേറൊരു പുരുഷനോട് കൂടെ താമസിക്കുന്ന ഒരു സ്ത്രീ. And now she's living with another person. അവളുടെ അടുക്കലിൽ നിന്ന് കർത്താവ് സംസാരിക്കുന്നത് എങ്ങനെയാണ്? And you know how Jesus is talking to her? നീ കുറച്ചൊക്കെ മാനസാന്തരപ്പെട്ട് ഏറെക്കുറെ നന്നായിട്ട് ജീവിക്കണമെന്നാണോ സംസാരിച്ചത്? Is he saying that first go and repent and come back? കർത്താവ് പറയുകയാണ്, എനിക്കും കൂടെ വെള്ളം കുടിക്കാൻ തരുമോ? Jesus is saying, give me also to drink. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഈ സഭയിലേക്ക് 5 ഭർത്താക്കന്മാരോടുകൂടെ ജീവിച്ച് 6ാമത്തെ അനുചിതമായ ഒരു പുരുഷനോടുകൂടെ ജീവിക്കുന്ന പാപിയായ ഒരു സ്ത്രീ ഈ ചർച്ചിലേക്ക് ഇപ്പോൾ കയറി വന്നാൽ, so let me ask you, if a woman who lived with 5 people and now comes in, who's now living with another person, comes in, what would you say to her? ഞാനാണ് ഈ സഭയിലെ പാസ്റ്ററെങ്കിൽ, if I was the pastor of the church, ഞാൻ എൻ്റെ ഭാര്യയോട് പറയുന്നതുകൊണ്ട് ആ സ്ത്രീയോട് നീ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുക. I would tell my wife, go and take the woman outside. അവൾക്ക് ഈ സഭയിൽ പ്രവേശനമില്ല. She doesn't have entry into the church. എന്നാൽ എൻ്റെ യേശു ചെയ്ത ശുശ്രൂഷ ഇതാണ്. But look what Jesus did. പ്രീസലോ അവളോട് ചോദിക്കുകയാണ്, എനിക്ക് വെള്ളം കുടിക്കാൻ തരുമോ? He's saying, give me a drink. അപ്പോൾ ഞാനാണോ വിശുദ്ധൻ? എൻ്റെ കർത്താവാണോ വിശുദ്ധൻ? So now who is holy? Am I holy or is Jesus holy? ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമല്ലോ. സ്തുതി, പ്രശംസ, ആരാധന ഹമാരാ പരമേശ്വർ കാ. സ്തുതിയും ആരാധനയും മഹത്വവും നമ്മുടെ കർത്താവിനുള്ളത്. അതാണ് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്. ഹല്ലേലൂയ. Hallelujah means all praise, glory and honor to Jesus. അപ്പോൾ കർത്താവ് അവളോട് പറയും, എനിക്ക് വെള്ളം, നീ യഹൂദനായിരിക്കെ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എങ്ങനെ? So the woman was surprised and she is asking, you are a Jew, I am a Samaritan woman, how can you ask me for a drink? കർത്താവ് അവളോട് പറയാണ്, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് ചോദിക്കുന്നത് ആരെന്നും അറിഞ്ഞിരുന്നു എങ്കിൽ. And Jesus replied, if you only knew the gift of God has for you and who you are speaking to. എന്താണ് ദൈവത്തിന്റെ ദാനം? What is the gift of God? ദൈവത്തിന്റെ ദാനം. ഞാൻ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിക്കണം, ദൈവത്തിന്റെ ദാനം എന്താണ്? What is the gift of God?
ദാനം എന്ന് പറഞ്ഞാൽ വില കൊടുക്കാതെ ദൈവം തരുന്ന സാധനം തന്നിരിക്കുന്നത് എന്താണ്? What is the gift that God has given us without we paying a price? ദൈവത്തിന്റെ ദാനം രക്ഷയാണ്. The gift of God is His salvation. നമുക്ക് യോഗ്യതപ്പെട്ടത് തരാതെ, What we deserved, He didn't give us. നമ്മൾക്ക് ദൈവത്തിന് യോഗ്യതപ്പെട്ടത് നമുക്ക് തന്നതാണ്. He gave what God deserved. ദൈവത്തിന്റെ കൃപയാലുള്ള രക്ഷ. That's the. നമുക്കുള്ള യോഗ്യത നരകമാണ്. What we deserved was hell. നമുക്കുള്ള യോഗ്യത എന്താണ്? What was our deserving? നമ്മുടെ പാപത്തിന് കിട്ടേണ്ട പ്രതിഫലം നരകമാണ്. And the penalty of our sin, which was death. എന്നാൽ ആ യോഗ്യത മാറ്റി, But He changed our. യേശു ക്രിസ്തു വിശുദ്ധനായ കാരണത്താൽ, And because Jesus was holy. കാരണം യേശു ക്രിസ്തു ഈ കാര്യത്തിന് വേണ്ടി വേർതിരിയപ്പെട്ട കാരണത്താൽ, Because He was set apart for this reason. എന്റെ യോഗ്യത മാറ്റി He turned away my worth യേശുവിന്റെ യോഗ്യത എനിക്ക് തന്നു. and imputed Jesus' worth onto me. നീ ദൈവത്തിന്റെ ദാനവും, You are a gift of God. നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് ആരെന്നും അറിഞ്ഞിരുന്നു എങ്കിൽ, And who you are speaking to, if you knew that, നീ അവനോട് ചോദിക്കുകയും you would have asked Him, അവൻ നിനക്ക് ജീവന്റെ വെള്ളം തരികയും ചെയ്യും. and He would have given you living waters. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു പ്രസംഗകനാകാൻ കർത്താവിനോട് ആഗ്രഹിക്കുന്നില്ല. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും പങ്കുവെക്കാൻ ഇടയാകണമെന്നാണ് ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നത്. So I don't ask God to make me a preacher. I ask God to share something from my life to others. കാരണം പ്രസംഗം ഒരു കലയാണ്. Because preaching is an art. നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിഞ്ഞാൽ നല്ലവണ്ണം പണം ഉണ്ടാക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുക എന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, കുരിശെടുത്ത് കർത്താവിനെ അനുഗമിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. Being a disciple of Jesus is an act of serving God by holding the cross. ഹല്ലേലൂയ. Hallelujah. ഇവിടെ പറയുകയാണ്, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് ചോദിക്കുന്നത് ആരെന്ന് പറഞ്ഞാൽ, അവൾ പറഞ്ഞൊരു ആൻസർ ഉണ്ട്, മശിഹ വരുമെന്നും. And she's replying that Messiah will come. എല്ലാം യഥാസ്ഥാനപ്പെടുത്തുമെന്നും ഞങ്ങൾ അറിയുന്നു. We know that Messiah will come and He will restore everything. അപ്പോൾ നിക്കോദിമോസ് എന്ന് പറയുന്ന പരീശന്മാരുടെ പ്രമാണിയും ഈ ശമരിയക്കാരി സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? So look the difference between Nicodemus and the Samaritan woman. നിക്കോദിമോസ് എന്ന് പറയുന്ന വ്യക്തി യേശുവിന് മാർക്കിട്ടത് യേശുവിന്റെ അത്ഭുത പ്രവർത്തികളിലാണ്. So Nicodemus gave credits to Jesus by looking at His miracles. എന്നാൽ ശമരിയക്കാരി സ്ത്രീ യേശുവിനെ കണ്ടിട്ടില്ലെങ്കിൽ അവളുടെ മനസ്സിൽ മശിഹായിക്ക് മാർക്കിട്ടിരിക്കുന്ന മശിഹ വരും, എല്ലാം യഥാസ്ഥാനപ്പെടുത്താം. But the credit that the Samaritan woman gives to Jesus is that Messiah will come and He will restore everything. യേശു നിക്കോദിമോസിന്റെ ഹൃദയത്തിലേക്ക് നോക്കി. And when Jesus looked onto the face of Nicodemus, ശമരിയക്കാരി എന്ന് നമ്മൾ പാപി എന്ന് വിളിക്കപ്പെടുന്ന ദളിത് സ്ത്രീ എന്ന് വിളിക്കുന്ന ഈ സ്ത്രീയുടെ ഹൃദയത്തിലേക്ക് നോക്കി. And also Jesus looked into the heart of the woman of Samaria. ആ ഹൃദയത്തിലേക്ക് നോക്കിയപ്പോൾ കർത്താവ് കണ്ടത് മശിഹ വരുമെന്നും സകലതും യഥാസ്ഥാനപ്പെടുത്തും എന്നുള്ളത്. And when He looked into the heart of the woman of Samaria, what He saw is that the Messiah will come and He will restore everything. അവളോട് യേശു പറയുകയാണ്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹയാകുന്നു. And He is telling to that woman that I am the Messiah who is talking to you. മശിഹായെ കണ്ടെത്തിയപ്പോൾ അവൾ എന്താണ് ചെയ്തത്? നട്ടുച്ചയ്ക്ക് വെള്ളം കോരാൻ വന്നപ്പോൾ, നട്ടുച്ച സമയത്ത് എല്ലാവരും വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയമാണ്. കാരണം എല്ലാവരും ഉറങ്ങുന്ന സമയം നോക്കി അവൾ എന്തിനു ഈ വെള്ളം കോരാൻ വന്നു? അവൾ പാപിയാകിയാൽ മനുഷ്യന്റെ മുഖത്ത് നോക്കുവാൻ അവൾക്ക് ലജ്ജയുള്ളത് കൊണ്ടാണ് മധ്യാഹ്ന സമയത്ത് വെള്ളം കോരുവാൻ വന്നത്. So the reason that the Samaritan woman came in the afternoon was because at that time everyone else is sleeping, everyone else is at home, but she comes over there because she is marginalized, she is a sinner and she can't look onto the face of man. ഇവൾ അവളുടെ പട്ടണത്തിലേക്ക് ഓടി പറയുകയാണ്, നിങ്ങൾ എന്നെ കണ്ടു, ഞാൻ മശിഹായെ കണ്ടവളാണ്. And she comes back to her city and she says, you see me and I have seen the Messiah. അതിനാണ് പറയുന്ന സാക്ഷ്യം. And that's called testimony. ഞാൻ ചോദിക്കുന്നു, ഇന്ന് ഇതിന് പുറത്തേക്ക് പോകുമ്പോൾ എത്ര പേര് പറയാൻ കഴിയും? എത്ര പേർക്ക് പറയാൻ കഴിയും ഞാൻ മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു? So how many of you can say I have seen the Messiah? നിങ്ങളെ നാല് ഭിത്തിക്കകത്ത് പറയുന്ന
കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു, വല്ലഭനായിരുന്നു, ബ്ലസ്സിന് ജോലി കിട്ടു, ബ്ലസ്സിക്ക് സൗഖ്യം വന്നു. ഇതാണോ സാക്ഷ്യം? Is testimony something that we say inside the four walls? സാക്ഷിയാകുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ പ്രതിനിധിയായി നിൽക്കുക എന്നതാണ്. Being a witness means being a testimony for God outside the walls. നമ്മളുടെ അയൽവാസി അറിഞ്ഞിട്ടുണ്ടോ നാം ക്രിസ്തുവിന്റെ പ്രതിനിധിയായി ഇവിടെ നിൽക്കുകയാണെന്ന്? Do people outside know, do our neighbors know that we are a witness of God? സാക്ഷിയാകുക എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിയാകുക എന്നാണ് അതിന്റെ അർത്ഥം. Being a witness means being a blood witness. അവർ ക്രൂശിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ക്രൂശ് എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ, കൊല ചെയ്യപ്പെടുന്നതിന്റെ അടയാളമാണ്. ഒരു തൂക്ക് കയറിന്റെ സാദൃശ്യത്തിലാണ് ഈ സാക്ഷി അറിയപ്പെടുന്നത്. And she is known by and a witness is known by the sign of a cross. അവൾ അവിടെ ചെന്നിട്ട് പറയുകയാണ്, ഞാൻ ചെയ്ത പ്രവർത്തികൾ എന്നോട് പ്രവർത്തിച്ച ഒരുവൻ, എന്നോട് പ്രവചിച്ച ഒരുവനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഒരു പക്ഷേ അവനായിരിക്കുമോ മശിഹ. And she says that I have seen one person who has explained the acts that I have done. He has explained everything that I have done. Is he the Messiah? ഗ്രാമവാസികൾ യേശുവിന്റെ അടുക്കിലേക്ക് ഓടുകയാണ്. The neighbors come to Jesus. കാരണം എന്താ? What is the reason? അവരുടെ ഉള്ളിലും ഒരു മശിഹ പ്രതീക്ഷ ഉണ്ടായിരുന്നു. Because inside her there was a hope for Messiah. ഒരു രക്ഷകന്റെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. She had a hope for ഈ രക്ഷകൻ എന്ന് പറയുന്നത് ശമരിയാക്കാർക്കും 5 പുസ്തകമുണ്ട്. 5 പുസ്തകത്തിൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ സ്ത്രീയുടെ സന്തതിയായി ജനിക്കുന്ന ആ വേർതിരിയപ്പെട്ട ഈ മശിഹായോടുള്ള പ്രതീക്ഷയോടുകൂടി കഴിയുന്ന ഒരു ജനമാണ് യേശുവിന്റെ അടുക്കിലേക്ക് ഓടിയത്. And the people who ran close to Jesus were people who also had the 5 books. They were also the people who read that the son of the woman shall bruise the head of the serpent, and she had that hope. ദൈവമക്കളെ, ഹല്ലേലൂയ. നാം ഒന്ന് ചിന്തിച്ചു നോക്കാം. ആ ജനത്തിന്റെ ഉള്ളിലും ഒരു പ്രതീക്ഷയുണ്ട്. അവനായിരിക്കും മസിഹ. എന്ത്? ആ ജനം ഓടിയിട്ട് യേശുവിനെ കണ്ടെത്തിയിട്ട് പറയണം, ഇനി നീ പറഞ്ഞിട്ടല്ല, ഞങ്ങൾ തന്നെ നേരിട്ട് കണ്ടിരിക്കുന്നു. ഈ മശിഹ അവരോടൊപ്പം ചില നാളുകൾ അവിടെ പാർക്കുവാൻ തയ്യാറായി. And the people come running to Jesus and says that it's not because what she has said, but I have directly seen the Messiah. അതായത് ആ കാലഘട്ടത്തിൽ ഒരു യഹൂദൻ വഴിയിൽ വെച്ച് ഒരു ദളിതനായ ശമര്യനെ കണ്ടുമുട്ടിയാൽ വീട്ടിൽ വന്ന് കുളിച്ച് ശുദ്ധീകരണ കാര്യങ്ങൾ ചെയ്ത ശേഷം മാത്രമേ അദ്ദേഹത്തിന്റെ യാത്ര പിന്നീട് തുടരത്തുള്ളൂ. Because if a Jew comes across a Samaritan person, then he would go and take a bath and then only continue his activities. ആ സാഹചര്യത്തിലാണ് യേശു അവളിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുകയും അവളോട് പറയും. എന്നാൽ ഇതിന് ശേഷം നമ്മൾ കാണുന്നതാണ് യേശു അവനോടൊപ്പം പാർക്കുകയും ചെയ്യുന്നത്. And over there it's written that Jesus didn't just get water and drank from her, but he also went and lived with her. തുടർന്ന് ഇതിനിടയിൽ അവന്റെ ശിഷ്യന്മാർ വന്നു എന്ന് അവിടെ കാണുന്നു. And you also read that in meanwhile the disciples came. അവർ പറയാണ്, ഗുരു ഭക്ഷിച്ചാലും. And they urged Jesus, Rabbi, eat something. നമ്മൾ ചിന്തിക്കണേ, ഗുരു ഭക്ഷിച്ചാലും എന്ന് പറയുമ്പോൾ യേശു തന്നെ വേർതിരിച്ചതിൽ നിന്നും വേർതിരിയുന്നില്ല. But Jesus is in moving away from his message. നമ്മളാണെങ്കിലോ, ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്, എൻ്റെ മകൻ പോയി കുറേ കുബ്ബൂസും കുറേ റൊട്ടിയും കുറേ കാര്യങ്ങളും ചിക്കനും എല്ലാം കൂടെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ നീ ഏത് കടയിൽ നിന്നാണ് വാങ്ങിച്ചേ? ഇന്ന കടയിൽ നിന്ന്. അയ്യോ, റൊട്ടി കൊള്ളാമോ? അതിന് എത്ര രൂപയായി? യേശു കർത്താവ് പറയുകയാണ്, അന്നേരവും യേശു വേർതിരിയുന്നില്ല. നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്ക് കഴിക്കുവാനുണ്ട്. And when the disciples urged Jesus, Rabbi, eat something, Jesus is replying, I have a kind of food that you know nothing about. ഭക്ഷണം കണ്ടപ്പോഴും യേശു തൻ്റെ ആ ശുശ്രൂഷയിൽ നിന്നും വേർപെടുന്നില്ല. And food, oftentimes Jesus separated from his ministry. അവിടെ പറയാണ്, ആരും അറിയാത്ത ഭക്ഷണം. And Jesus is saying a food that you know nothing about. ഇത് ഭക്ഷിച്ച് ആനന്ദിക്കുന്നവന്റെ പേരാണ് ആത്മീയൻ. And those who eat this food and rejoice in it, he is called a spiritual person. ഇവിടെ വിളിച്ചു പറയുന്നു, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. And the Lord is saying, those who have an ear to hear, let him hear. Hallelujah.
യേശു കർത്താവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ And when you look to Jesus, ഒറ്റ തലമേ ഉള്ളൂ, ആത്മിക തലം മാത്രം. he only has one area, and it is the spiritual യേശു area. കർത്താവ് സഹകരിച്ച തലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ And when we look up onto all the fields that he has been into, ഭൗതികമായ ഭൂമിയിലെ തലങ്ങൾ കാണാം. we can see different earthly fields. യേശു എപ്പോഴും ശ്രമിച്ചത് ഈ ഭൗതിക തലത്തിൽ നിൽക്കുന്നവനെ ആത്മിക തലത്തിലേക്ക് ഉയർത്തുക എന്നാണ്. And Jesus always tried to lift those who were into the earth and lift them to the spiritual realm. അങ്ങനെ ഉയർത്തപ്പെട്ട പത്രോസിനോട് 3 പ്രാവശ്യം യേശു ചോദിച്ചു. And to that Peter, Jesus is asking 3 times, നീ എന്നെ സ്നേഹിക്കുന്നുവോ? do you love me? നീ എന്നെ സ്നേഹിക്കുന്നുവോ? Do you love me? നീ എന്നെ Do you സ്നേഹിക്കുന്നുവോ? love me? അതിനുശേഷം യേശു പറഞ്ഞു, And after that Jesus says, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, പരിപാലിക്കുക, ഇതൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, നീ ഇപ്പോൾ യൗവനക്കാരനാകുന്നു, and Jesus is saying, you are a youth, നിവൃദ്ധനാകും, and you shall be old, മറ്റൊരുത്തൻ നിന്റെ അരമുറുക്കും, and another shall gird you നിനക്കിഷ്ടമില്ലാത്തിടത്തേക്ക് നിന്നെ വലിച്ചിഴച്ചു and കൊണ്ടുപോകും. carry you where you won't want to go. പത്രോസ് തിരിഞ്ഞോടിയോ? And did Peter look back? കാരണം പത്രോസ് വിശുദ്ധനായി കഴിഞ്ഞു. പത്രോസ് കർത്താവിനായി വേർതിരിയപ്പെട്ടവനായി തീർന്നു. Because Peter has been separated for God. അവർക്ക് പറയുന്ന പേരാണ് ക്രിസ്തുവിനായി വേർപെട്ടവർ. And they are called separated people for God. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. Let's pray for a moment. യേശു കർത്താവേ, Oh Lord എന്നെ Jesus, വിശുദ്ധനാക്കണമേ. make me holy. യേശു കർത്താവേ, Oh Jesus, എന്നെ അങ്ങേക്കായി വേർതിരിക്കണമേ. separate me for കരങ്ങൾ you. ഉയർത്തി പറഞ്ഞാട്ടെ, യേശു കർത്താവേ, Let's raise our hands and say, Jesus, വിശുദ്ധനാക്കണമേ. make me holy. എന്നെ അങ്ങേക്കായി വേർതിരിക്കണം. Separate me for you. ഈ വചനങ്ങളെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. May God bless you with these words. താങ്ക് യു. Hallelujah. Let's close our eyes in prayer. Hallelujah. എല്ലാവരും ചേർന്ന് നമുക്ക് അല്പനേരം ദൈവത്തോട് പ്രാർത്ഥിക്കാം.